നമഃശിവായ. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ഇന്നത്തെ പ്രദക്ഷിണം നമ്മൾ എത്തിയിരിക്കുന്നത് വടേശ്വരം മഹാദേവ ക്ഷേത്രത്തിലാണ്. ഭാരതത്തിലെ തന്നെ ഏക അഷ്ടദള ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന പുരാതനമായ ആ ശിവക്ഷേത്രത്തിലാണ് നമ്മുടെ ഇന്നത്തെ പ്രദക്ഷിണ വഴി. ക്ഷേത്രത്തിന് ധാരാളം ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ ധാരാളം പ്രത്യേകതകളുമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. നമുക്ക് ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും കണ്ണൂർ വിഷൻ ചാനലിലൂടെ നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ സഞ്ചരിച്ച് ഇവിടുത്തെ അനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കാം. വടേശ്വരം മഹാദേവ ക്ഷേത്രം നേരത്തെ പറഞ്ഞതുപോലെ ഭാരതത്തിൽ തന്നെ അപൂർവം കൈലാസ സന്നിധി എന്ന് പറയാവുന്ന ഒരു സങ്കേതം. 1500 വർഷങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. വടുക മഹർഷി തപസ് ചെയ്ത വളരെ പുണ്യമായ ഒരു ഭൂമിയാണത്രേ ഈ വടേശ്വരം. ആ വടുക മഹർഷിയുടെ തപശക്തിയും ആ തപശക്തിയോടുകൂടി ശിവചൈതന്യവും ഇവിടെ ലയിച്ചു എന്നാണ് പൂർവികർ പറയുന്നത്. അപ്പോൾ അത്രയേറെ പഴക്കം ഈ മഹാദേവ ക്ഷേത്രത്തിനുണ്ട്. നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ വരുമ്പം തന്നെ കാണാം ക്ഷേത്രത്തിൻ്റെ മുൻപിൽ കാണുന്ന ബലിക്കല്ല്. മഹാദേവന് ഉത്സവ കാലഘട്ടത്തിലൊരു ശ്രീഭൂതബലി നടത്തണമെങ്കിൽ ഈ ബലിക്കല്ലിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഹവിസ് തൂകണമെങ്കിൽ അത്രയും വലിയ ഒരു പ്രാധാന്യം ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് ഈ മുൻപിലെ ബലിക്കല്ല് കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും. അപ്പോൾ വടുക മഹർഷിയുടെ തപശക്തിയുടെ ഫലവും ശിവചൈതന്യത്തിൻ്റെ പ്രാധാന്യവുമാണ് ഈ ക്ഷേത്രത്തെ പുണ്യമായി കണക്കാക്കപ്പെടുന്നത്. ആയിരത്തി 500 വർഷങ്ങൾക്ക് മുൻപ് കോലത്തിരി രാജാവായ വടുകവർമ്മ മഹാരാജാവ് ഈ പ്രദേശത്തിൻ്റെ മഹത്വവും ഈ ഭൂമിയുടെ ചൈതന്യവും മനസ്സിലാക്കിക്കൊണ്ട് വടുകവർമ്മ മഹാരാജാവ് നിർമ്മിച്ചതാണത്രേ ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് വാസ്തുശാസ്ത്ര നിർമ്മിതി പ്രകാരം വളരെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്ര സമ്പ്രദായമാണ്. അതാണ് പറഞ്ഞത്, ഭാരതത്തിലെ തന്നെ ശ്രേഷ്ഠന്മാർ പലരും പറയുന്നു ഇത്തരം അഷ്ടദളത്തോടു കൂടിയ ശ്രീകോവിൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. വടുകവർമ്മ മഹാരാജാവിൻ്റെ പ്രാധാന്യം, അദ്ദേഹം ഈ വടുക മഹർഷി തപസ് ചെയ്ത ഈ തപശക്തിയുള്ള ഈ ഭൂമിയിൽ ഈ മഹാദേവനെ പ്രതിഷ്ഠിക്കുമ്പോൾ വടേശ്വരം മഹാദേവനെ അല്ലാതെ 3 ശിവലിംഗങ്ങളെ വേറെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ മറ്റ് നേരത്തെ പറഞ്ഞ 3 ശിവലിംഗങ്ങളെ കൂടി, ശിവക്ഷേത്രത്തെ കൂടി നമുക്ക് തൊഴുത് പ്രാർത്ഥിച്ചു വരാം. വടേശ്വരത്തെ മഹാദേവനെ പുറത്തുകൂടി തൊഴുത് പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ അഗ്നി കോണിൽ ഉമാമഹേശ്വരനെ പ്രതിഷ്ഠിച്ച് കാണാം. ദാമ്പത്യർത്ഥം ഉമാംസതി എന്നാണ്. നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകാൻ ഉമാമഹേശ്വരൻ്റെ അനുഗ്രഹമാണത്ര വേണ്ടത്. വടേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ പടിഞ്ഞാറ് ദർശനമായി നിൽക്കുന്ന ഈ ഉമാമഹേശ്വരൻ അനവധി മംഗല്യ സിദ്ധിക്ക് അനുഗ്രഹം നൽകുന്ന
അനവധി പേര് ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച്, ഉമാമഹേശ്വരനെ തൊഴുതു പ്രാർത്ഥിച്ച് മംഗല്യസിദ്ധി നേടിയവർ ഏറെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ മഹാദേവനെ കൂടാതെ 3 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രം കൂടിയാണ് വടേശ്വരം മഹാദേവ ക്ഷേത്രം. നമ്മളങ്ങനെ ഉമാമഹേശ്വരനെ തൊഴുതു പ്രാർത്ഥിച്ചതിന് ശേഷം പ്രദക്ഷിണ പദത്തിലൂടെ പോകുമ്പോൾ ഈ കലിയുഗ മന്ത്രമെന്ന് പറയുന്നത് നവാക്ഷരി മന്ത്രമായ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രമാണ്. ഇവിടുത്തെ വടേശ്വരത്തെ അയ്യപ്പനും ഒരു പ്രത്യേകതയുണ്ട്. നമുക്കത് അയ്യപ്പനെ തൊഴുതുകൊണ്ട് അത് പറയാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രീയതുഭ്യം നമോ നമ. വടേശ്വരത്ത് അമ്പലത്തിലെ അയ്യപ്പനീശ്വരൻ ഒരു പ്രത്യേകതയാണ്. കേരളത്തിൽ അപൂർവമാണ് അമൃത കലശം കയ്യിൽ വെച്ചുകൊണ്ടുള്ള അയ്യപ്പൻ. ഇവിടുത്തെ അയ്യപ്പനീശ്വരൻ്റെ പ്രത്യേകത അമൃത കലശം കയ്യിൽ ഏന്തി നിൽക്കുന്ന അയ്യപ്പനാണ്. അപ്പോൾ അമൃത് എന്ന് പറയുന്നത് നമുക്കറിയാം, അതേറ്റവും ശുദ്ധമാക്കുന്നതും അതുപോലെ തന്നെ യശസ്സിനെ നൽകുന്നതുമാണ് അമൃതം. അപ്പോൾ അമൃത് കടയുകയാണ്. ജീവിതത്തിൽ പ്രാരാബ്ധങ്ങളുണ്ടാകാം. ആ പ്രാരാബ്ധങ്ങളെ നീക്കാൻ ഈ അയ്യപ്പനീശ്വരൻ്റെ അടുത്ത് വന്ന് എള്ളുതിരിയും നീരാഞ്ജനവും നടത്തി പ്രയാസങ്ങളും പ്രാരബ്ധങ്ങളും ഇല്ലാതായി കൊണ്ടാക്കി രോഗശമനത്തിന് വേണ്ടി അമൃതകലശധാരിയായ അയ്യപ്പനെ തൊഴുത് പ്രാർത്ഥിച്ചു പോകാവുന്ന ഒരു പുണ്യസങ്കേതം കൂടിയാണ് വടേശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ അയ്യപ്പനീശ്വരൻ. സ്വാമിയെ ശരണമയ്യപ്പ. ഭാരതത്തിലെ തന്നെ അപൂർവം എന്ന് പറയുന്ന അഷ്ടദള ശ്രീകോവിൽ എന്ന് പറഞ്ഞു. പ്രേക്ഷകർക്ക് കാണാം, ക്ഷേത്രത്തിൻ്റെ ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകുഭാഗത്താണ് ശ്രീകോവിലിൻ്റെ ഭാഗം കാണാം. 66 അടി ഉയരത്തിലാണത്രേ ഈ ശ്രീകോവിലിൻ്റെ നിർമ്മാണം. അത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായി താഴികക്കുടം കാണാം. ആ താഴികക്കുടം 5.5 അടി ഉയരത്തിലാണ് ആ താഴികക്കുടം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ധാരാളം നവര നെല്ല്, നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 100 കിലോനടുത്ത് നവര നെല്ല് ഈ താഴികക്കുടത്തിൽ നിറച്ചിട്ടാണത്രേ ഈ നവീകരണ കാലഘട്ടത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ വാസ്തുശാസ്ത്രപരമായ വളരെ വളരെ പ്രത്യേകത വടേശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുണ്ട്. നേരത്തെ പറഞ്ഞു 3 ശിവലിംഗങ്ങൾ. അതിൽ നമ്മൾ ഉമാമഹേശ്വരനെ തൊഴുതു. ഉമാമഹേശ്വരൻ ദാമ്പത്യർത്ഥം ഉമാംസതി, നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകാൻ ഉമാമഹേശ്വരനെ തൊഴുത് അമൃതകലശധാരിയായ അയ്യപ്പനീശ്വരനെ തൊഴുത് പ്രദക്ഷിണ വഴിയിലൂടെ നമുക്ക് പ്രദക്ഷിണപദം പൂർത്തിയാക്കാം. കാരണം ശിവപുരാണത്തിൽ പറയുന്നു, സപ്തകോടി മഹാമന്ത്രൈരുപമന്ത്രൈരനേകത ഷഡക്ഷരോ ഭിന്ന. ഈ പ്രപഞ്ചത്തിൽ 7 കോടി മഹാമന്ത്രങ്ങളും അത്ര തന്നെ ഉപമന്ത്രങ്ങളുമുണ്ട്. ഈ 7 കോടി മഹാമന്ത്രങ്ങളും ഉപമന്ത്രങ്ങളും ഒരു തട്ടിലും ഒരു ഭാഗത്ത് ഓം നമഃശിവായ എന്ന് പറയുന്ന 6 അക്ഷരം വെച്ചാൽ ഈ ത്രാസ് ഒരുപോലെ നിൽക്കുമത്രേ. അത്ര ശക്തിയാണ് ഓം നമഃശിവായ എന്ന മന്ത്രം. അപ്പോൾ വടേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ 3 ശിവലിംഗങ്ങൾ കുടികൊള്ളുന്ന വടുക മഹേശ്വരൻ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ വന്ന് എത്ര പ്രാവശ്യം നമഃശിവായ ജപിച്ചാലും അത് പൂർവ്വപുണ്യമായി നമുക്ക് മാറും എന്നതിൽ നിസ്സംശയമില്ല.
വടേശ്വരം മഹാദേവൻ, അഷ്ടദള ശ്രീകോവിലിൽ ഇരിക്കുന്ന മഹാദേവൻ ഇവിടെ കാരുണ്യഭാവത്തിലാണ് കുടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ആധ്യാത്മികമായും ഭൗതികമായുമുള്ള പുരോഗതി ലഭിക്കുമെന്നാണ് വിശ്വാസം. കാരണം കാരുണ്യരൂപത്തിൽ ഇത്രയും ഉയർന്ന സ്ഥലത്തിരിക്കുന്ന മഹാദേവൻ, ആ മഹാദേവൻ കിഴക്കോട്ടേക്ക് നോക്കി കൊട്ടിയൂർ പെരുമാളെയും നോക്കിക്കൊണ്ടിരിക്കുന്ന മഹാദേവൻ, ആ മഹാദേവൻ കാരുണ്യരൂപത്തിലിരുന്ന് എല്ലാവർക്കും ഭക്തിയും ഭൗതികവും അതുപോലെ വിദ്യയും നൽകിക്കൊണ്ടിരിക്കുന്ന ആ മഹാദേവൻ്റെ പുറകുവശത്താണ് നമ്മളിപ്പോൾ പ്രദക്ഷിണ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ പുറകുഭാഗം കാണാം. വളരെ ഭംഗിയായും മനോഹരമായും പഴയ സമ്പ്രദായത്തിൽ തന്നെ ഉള്ള കല്ലുകൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം. പ്രദക്ഷിണ വഴിയിലൂടെ നമ്മൾ പ്രദക്ഷിണം വെക്കുമ്പോൾ ഭക്തന്മാർ കാണുന്നത് പോലെ, നേരത്തെ പറഞ്ഞതുപോലെ 66 അടി ഉയരത്തിലാണെന്നും 5.5 താഴികക്കുടമെന്നും ക്ഷേത്രനിരപ്പിൽ നിന്ന് 16 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടത്. മഹാദേവനെയും കിരാതമൂർത്തിയായ മഹാദേവൻ, ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള മഹാദേവൻ, ഇങ്ങനെ അതിശക്തിമത്തായ ശിവചൈതന്യം കുടിയിരിക്കുന്ന ഈ സ്ഥലം തീർത്തും ഒരു ഗുരു കടാക്ഷം തന്നെയുള്ള ഒരു പുണ്യഭൂമിയാണ്. അപ്പോൾ ഗുരുപ്രീതിക്ക് വേണ്ടിയും ഈ ശിവനെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചാൽ നമുക്ക് അനുകൂലത വന്നു ചേരുമെന്ന് ഇവിടുത്തെ ആ പ്രതിഷ്ഠാ സങ്കല്പത്തിൽ, ഇവിടുത്തെ ലക്ഷണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. നമുക്കിനിയും പ്രദക്ഷിണപഥത്തിലൂടെ പോകാം. നമഃ ശിവായ. അയ്യപ്പനീശ്വരനെ തൊഴുതു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ള മഹാദേവനെ കാണാം. നമുക്ക് ദക്ഷിണാമൂർത്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് സാക്ഷാൽ മഹാദേവൻ തന്നെയാണ്. ആ മഹാദേവനെ നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കാം. ഗുരവേ സർവലോകാനാം നിധയേ സർവവിദ്യാനാം വിഷജേ ഭവരോഗിണാം ദക്ഷിണാമൂർത്തയേ നമഃ. ദക്ഷിണാമൂർത്തിയെ തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ ഗുരുവിൻ്റെ കടാക്ഷം, അതുപോലെ തന്നെ ശിവൻ്റെ കടാക്ഷം, രോഗങ്ങൾ സംഹരിക്കാനുള്ള ശക്തി, ജീവിതത്തിൽ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തി ദക്ഷിണാമൂർത്തിയെ തൊഴുതാൽ സിദ്ധിക്കുമത്രേ. അങ്ങനെ ആ ദക്ഷിണാമൂർത്തിയെ തൊഴുത് പ്രാർത്ഥിച്ച് നമുക്ക് സാക്ഷാൽ ഗോപാല കൃഷ്ണ ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കാം. ക്ഷേത്രത്തിൻ്റെ ധനുരാശി പദത്തിലാണ് ഗോപാലകൃഷ്ണ സ്വാമിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, മഹാദേവനാണ്, കിരാതമൂർത്തിയും ദക്ഷിണാമൂർത്തിയും ഉമാമഹേശ്വരനും ഒക്കെയുണ്ട്. പക്ഷേ ഒന്നിടവിട്ട വർഷങ്ങളിൽ ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തുന്ന ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ എന്തുകൊണ്ടോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യവും ഇവിടെ ഉണ്ടെന്ന് ജ്യോതിഷ വിധിപ്രകാരം കണ്ടെത്തുകയും അതുപ്രകാരം ക്ഷേത്രത്തിൻ്റെ പ്രത്യേക സ്ഥാനനിർണയം നടത്തി അവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ വാസതാം പുരതോ മമ എന്നാണ്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ കോമളധാരിയായി ശ്യാമനിറം പൂണ്ട് ഓടക്കുഴൽ കൈവച്ച് ആ കൃഷ്ണൻ എൻ്റെ മുൻപിൽ സദാകാലം അനുഗ്രഹത്തിൽ ചൊരിയട്ടെ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്കും പ്രദക്ഷിണ വഴിയിലൂടെ ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുത് പ്രദക്ഷിണ പദം പൂർത്തിയാക്കാം.
ഈ അമ്പലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പിന്നെ പണ്ട് ഒരു ദിവസം ഒരു വഴിപാട് പോലും കിട്ടാതെ ഒരവസ്ഥയിൽ നിന്ന് 10-30 കൊല്ലത്തു നിന്നാണ് ഈ സ്റ്റേജിലേക്ക് എത്തിയത്. ഇനിയും നമുക്ക് ഈ ക്ഷേത്രത്തിൽ കുറേ പുനരുദ്ധാരണ പ്രവർത്തനം നടത്താനുണ്ട്. കൊടിമരം വരാനുണ്ട്, അന്നേരം 7 ദിവസത്തെ ഉത്സവം നടത്താനുണ്ട്. ഇപ്പോൾ 5 ദിവസത്തെ ഉത്സവമായിട്ടാണ് നടത്തുന്നത്. 3 ദിവസം ആനപ്പുറത്ത് ഉത്സവമാണ് എല്ലാ കൊല്ലവും നടത്താറ്. ഇനിയും പിന്നെ മണ്ഡലകാലങ്ങളിൽ സ്വാമിമാരുടെ ഭജനകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വടേശ്വരം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഓരോ ദിക്കിൽ നിന്നും നമ്മൾ നേരത്തെ തെക്കു ഭാഗത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ഒക്കെ താഴികക്കുടം കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. പ്രദക്ഷിണ വഴിയിലൂടെ പോകുമ്പോൾ പ്രേക്ഷകർക്ക് കാണാം ആ ക്ഷേത്രത്തിൻ്റെ ഓരോ കഴുക്കോലുകളും അതുപോലെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും. ഇത് 49 വർഷമായി ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണം തുടങ്ങിയിട്ട്. പല ശ്രേഷ്ഠരായ ഭക്തരും ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി കമ്മിറ്റിയിൽ നേതൃസ്ഥാനത്തിരുന്നു. പലരും വിഷ്ണുപാദം പൂകി എന്നാണ് പറയുക, അല്ലെങ്കിൽ ശിവപാദം പൂകി. പക്ഷേ ഇന്നും അതിനനുസരിച്ച് ഭാരവാഹികൾ മാറി മാറി വരുന്നു. അവരൊക്കെ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ ഒരു പഴയ കാലഘട്ടത്തിലുള്ള പൂർവികരായ 49 വർഷം മുമ്പ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആ ശ്രേഷ്ഠരെ കൂടി, ആ നല്ല സജ്ജനങ്ങളെ കൂടി നമ്മൾ ഈ സമയത്ത് ഓർത്തില്ലെങ്കിൽ അത് വലിയ തെറ്റായി പോകും. കാരണം അവരൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ പ്രയത്നിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നുള്ള ക്ഷേത്ര ഭാരവാഹികളും കമ്മിറ്റിയും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. വടേശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ പ്രദക്ഷിണ പദം പൂർത്തിയാവുകയാണ്. ക്ഷേത്രത്തിൻ്റെ മീനം രാശിയിലെത്തുമ്പോൾ നമുക്കവിടെ കാണാം കിരാതമൂർത്തിയായ മഹാദേവനെ. കിരാതമൂർത്തിയുടെ പ്രത്യേകത പ്രേക്ഷകർക്കറിയാം. ഭഗവാൻ പാശുപതാസ്ത്രം നൽകുന്നതിന് വേണ്ടി എടുത്ത അവതാര കാലഘട്ടം കൂടിയാണ് കിരാതമൂർത്തി ഭാവം. അർജുനനെ ധാരാളം പരീക്ഷിക്കുന്നുണ്ട്. ഈ ജീവിതത്തിൽ നമുക്കൊക്കെ ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാകും. അത്തരം പരീക്ഷണങ്ങൾ വരുമ്പം ആ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ കിരാതമൂർത്തിയായ ശിവനെ ഭജിച്ചാൽ മതിയത്രേ. നമുക്കും പ്രദക്ഷിണപഥത്തിലൂടെ മഹാദേവനെ തൊഴുത് പ്രാർത്ഥിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഐതിഹ്യങ്ങളിലൂടെ ശിവക്ഷേത്രത്തിൽ തൊഴുതതിൻ്റെ പ്രാധാന്യവും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവും ഭാരതത്തിൽ തന്നെ അറിയപ്പെടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ അഷ്ടദള ശ്രീകോവിലോടുകൂടിയ ക്ഷേത്രം പ്രേക്ഷകർക്ക് കാണാം. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നേരത്തെ പറഞ്ഞതുപോലെ ഒരു 49 വർഷക്കാലഘട്ടമായി തുടർച്ചയായി ഇതിൻ്റെ നവീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും നേതൃത്വ സ്ഥാനത്തിരുന്നവരൊക്കെ മൺമറഞ്ഞെങ്കിലും പിന്നീട് വരുന്ന തലമുറകളൊക്കെ ഇതിൻ്റെ നവീകരണം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി നമുക്കിന്ന് കാണാവുന്ന ഈ അഷ്ടദള ശ്രീകോവിലിൻ്റെ ഓരോ ഭാഗങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി നിരപ്പിൽ നിന്ന് 16 അടി ഉയർന്ന ശ്രീകോവിൽ, അത് തന്നെ അപൂർവമാണ്. താഴികക്കുടത്തിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു. വടുകവർമ്മ മഹാരാജാവിന് തോന്നിയ ഈ ഭൂമിയുടെ പ്രത്യേകത കണ്ടാണ് ഇവിടെ മഹേശ്വരനെ പ്രതിഷ്ഠിച്ചത് എന്ന് നേരത്തെ ഐതിഹ്യങ്ങളിൽ നമുക്ക് മനസ്സിലായി. 1.5 വർഷങ്ങളിൽ ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തി ഭഗവത് ചൈതന്യം പ്രവഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് വടേശ്വരം മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും എത്ര തന്നെ പറഞ്ഞാലും തീരാത്തതാണ്.
ഇതിങ്ങനെ ഒന്ന് കാണുക എന്ന് പറയുന്നത് തന്നെ പൂർവ്വ പുണ്യമാണ്. കാരണം എത്രയോ കാലത്ത്, നേരത്തെ പറഞ്ഞ 49 വർഷത്തെ ആ ഒരു ദൗത്യമാണ് ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മേൽക്കുരയും കാര്യങ്ങളും ഒക്കെ വന്ന് ഇത് പൂർത്തീകരിക്കപ്പെടണം. ഇതിൽ ഭാഗവാക്കാകാൻ പറ്റുന്നത് ഭക്തർക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യം കൂടിയാണ്. കാരണം ഇതിലൊരു ശിലയെങ്കിലും ആ ശിലയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി ഒരു ഭാഗ്യം കിട്ടിയാൽ അതും നമ്മുടെ ഒരു പൂർവ്വജന്മത്തിലെ പുണ്യമായി കണക്കാക്കിക്കൊണ്ട് നമ്മളൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് ഭാഗവാക്കാവുകയാണ് വേണ്ടത്. ഓം നമ ശിവായ. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, പയ്യന്നൂർ തെക്കേച്ചേന്നമംഗലാണല്ലോ. ഞാനിവിടെ 2.5 വർഷമായി ഇവിടെ ശാന്തി കഴിക്കണു. ഈ മഹാദേവൻ്റെ മഹത്വം കണ്ടതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ദേവൻ്റെ അതിരാവിലെ കാലത്ത് 5:30 മണിക്ക് നട തുറക്കുകയും 10 മണിയോട് കൂടിയിട്ട് നട അടക്കുകയും ചെയ്യും. വൈകിട്ട് 5:30 മണിക്ക് തുറന്ന് 8 മണിക്ക് നട അടക്കുകയാണ്. ആ പരമേശ്വരന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നെയ്യമൃത് വെച്ച് തൊഴലാണ്. അതുപോലെ തന്നെ ധാര, പ്രദോഷ നാളിൽ പ്രദോഷ പൂജകൾ, മുറജപം, ഇത്തരം വളരെ പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളും നടക്കുന്നൊരു ദേവനാണ് ഇവിടുത്തെ വടേശ്വരം ശ്രീ മഹാദേവൻ. മഹാദേവ ക്ഷേത്രത്തിലെ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ശ്രീകോവിലിൻ്റെ ഇടനാഴി കാര്യങ്ങളുടെ പ്രവർത്തനം ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചു. അഷ്ടദള പ്രാസാദം എന്നാണ് പറയുക. ഈ അഷ്ടദള പ്രാസാദത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ക്ഷേത്രത്തിൻ്റെ കരിങ്കല്ല് ഈ സമീപ കാലഘട്ടത്തിൽ പഴുതി കഴിഞ്ഞു. ബലിക്കല്ലുകളുടെ നിർമ്മാണം ഒരു ഭാഗത്ത് കഴിഞ്ഞു. ക്ഷേത്രത്തിൻ്റെ മണ്ഡപത്തിൽ കാണാം, നമുക്ക് നന്ദീശ്വരനെ കാണാം. വലിയ ഒരു നന്ദീശ്വര പ്രതിഷ്ഠയാണ്. ഈ സമീപ കാലഘട്ടത്തിൽ ഒരു ഭക്തൻ സമർപ്പിച്ചതുകൂടിയാണ് ഈ നന്ദീശ്വരനെ. ഇങ്ങനെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്കൊക്കെ കാര്യസാധ്യം ഉണ്ടാവുകയും ഓരോ ഭക്തനും അവരവരുടെ കഴിവിനനുസരിച്ച് സമർപ്പിച്ചും കൊണ്ടാണ് വടേശ്വരം മഹാദേവ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ നവീകരണ പ്രവർത്തനം. ഇനിയും ഏകദേശം ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് 3 കോടിയിലധികം സാമ്പത്തികമുണ്ടായെങ്കിൽ മാത്രമേ ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണം പൂർത്തീകരിക്കപ്പെടൂവെന്നാണ് അവരുടെ ഏകദേശ കണക്കുകൾ. നമ്മൾ മാതൃസമിതിൻ്റെ അംഗങ്ങളാണ് ഈ നിൽക്കുന്ന എല്ലാവരും. ഇവർ നമ്മൾ 43 പേരുണ്ട്. എക്സിക്യൂട്ടീവ് മെമ്പർമാരും ഭാരവാഹികളും എല്ലാം കൂടി ചേർന്നിട്ട്, അതിൽ ചെയർപേഴ്സണുണ്ട്, അസുഖം കാരണം വരാൻ പറ്റിയില്ല, പിന്നെ വൈസ് ചെയർപേഴ്സൺ, അങ്ങനെ 43 പേരാണുള്ളത്. ഞങ്ങളിവിടെ എല്ലാ മാസവും രണ്ടാമത്തെ ശനിയാഴ്ച ഭഗവത്ഗീത പാരായണം നടത്തുന്നുണ്ട്. അതുപോലെ മലയാള മാസത്തെ ആദ്യത്തെ ബുധനാഴ്ച നമ്മൾ നാരായണീയ പാരായണം നടത്തുന്നുണ്ട്. അതുപോലെ അവസാനത്തെ ചൊവ്വാഴ്ച, മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച ദേവി മഹാത്മ്യ പാരായണം. പിന്നെ അതിൽ കർക്കിടക മാസം രാമായണ പാരായണം, ചിങ്ങമാസം കൃഷ്ണപ്പാട്ട്, ഇങ്ങനെയൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ സപ്താഹം നടക്കാൻ പോവാം. അതിന് മാതൃസമിതി എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് അമ്പലത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്.
പിന്നെ നമ്മളെ പ്രധാന ഇത് ഘോഷയാത്രയാണ്. അതും വിപുലീകരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പാണ്ഡ്യസമിതി ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ 2ാം ശനിയാഴ്ച ഇവിടെ ഭക്ഷണമുണ്ട്. പിന്നെ മണ്ഡലകാലത്തും അയ്യപ്പന്മാർക്ക് ഭിക്ഷയുണ്ട്. പിന്നെ മാതൃസമിതി എല്ലാ കാര്യത്തിലും പങ്കുചേരുന്നുണ്ട്, എല്ലാ പ്രവർത്തനത്തിലും. കർക്കിടക മാസം മഹാഗണപതി ഹോമം നടത്തുന്നുണ്ട്. ഓം നമ ശിവായ. വടേശ്വരം ശ്രീ മഹാശിവക്ഷേത്രത്തിൽ 2024 ഡിസംബർ 29 മുതൽ 2025 ജനുവരി 5 വരെ ഭാഗവത സപ്താഹം നടക്കുകയാണ്. ഭാഗവത സപ്താഹത്തിൻ്റെ യജ്ഞാചാര്യൻ നിഗമാനന്ദ തീർത്ഥപാദർ അവർകളാണ്. ഒന്നിടവിട്ട വർഷങ്ങളിലാണ് ഇവിടെ ഭാഗവത സപ്താഹം നടക്കാറുള്ളത്. 15,000-ഓളം ഭക്തജനങ്ങൾ ഇവിടുത്തെ ഭാഗവത സപ്താഹത്തിൽ അണിചേരാറുണ്ട്. ഇത്രയും പ്രൗഢഗംഭീരമായി കണ്ണൂർ ജില്ലയിൽ നടത്തുന്ന സപ്താഹത്തിൽ വടേശ്വരം ശ്രീ മഹാശിവക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്ക് അഭിമാനമാണ്. ഇവിടെയുള്ള ഭക്തജനങ്ങൾ സഹായിക്കുന്നത് പോലെ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ജലപ്രവർത്തകരും പ്രത്യേകിച്ച് മാതൃസമിതികളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. അതിൻ്റെ ഫലമാണ് ഇത്രയും വിജയകരമായ ഈ സപ്താഹം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. വടേശ്വര ശിവക്ഷേത്രം വളരെ ജീർണത പ്രാപിച്ച് ഒരു അനാഥമായി കിടക്കുന്ന ഒരു ക്ഷേത്രം പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പുനരുദ്ധാരണ കമ്മിറ്റി 975 ശേഷം പുനരുദ്ധാരണ കമ്മിറ്റി രൂപം കൊണ്ടതിന് ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ശ്രീകോവിൽ ഗർഭഗൃഹം പണി പൂർത്തീകരിച്ചു, ചെമ്പ് പതിച്ചു, അതുപോലെ സ്വർണ്ണത്താഴികക്കുടം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആ താഴികക്കുടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 90 കിലോ നവരനെല്ല് സ്വർണ്ണത്താഴികക്കുടത്തിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ് ഭക്തജനങ്ങൾ. അതുപോലെ അതിന് 6 അടി ഉയരം കാണും നമ്മുടെ സ്വർണ്ണത്താഴികക്കുടത്തിന്. അങ്ങനെ ഗർഭഗൃഹത്തിന് ശേഷം ഇടനാഴി ഞങ്ങളുടെ തച്ചുശാസ്ത്രവിധി പ്രകാരം പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. കൊട്ടിയൂരപ്പനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് മുഖത്തോടുകൂടി പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ശ്രീ പരമേശ്വരൻ തൽപുരുഷ ഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്ന് പണ്ഡിതമതം. അതുകൊണ്ട് ഇവിടെ എല്ലാ ദിവസവും വന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നാമജപ പ്രദക്ഷിണം, ഈ ക്ഷേത്ര പ്രദക്ഷിണം, ഓങ്കാര പ്രദക്ഷിണമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ശ്രേയസ്സും പ്രേയസ്സും ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ പൂർവജന്മാർജിതമായിട്ടുള്ള എല്ലാവിധ പാപങ്ങളും നശിക്കുമെന്നും അങ്ങനെ ആത്മശുദ്ധി വരും എന്ന് പണ്ഡിതന്മാർ നമ്മെ ഉപദേശിക്കുന്നു. മൃത്യുഞ്ജയ സൂക്ഷ്മതനുർജഗദ്വ്യാപി ജഗദ്ഗുരു വ്യോമകേശോ മഹാസേന ജനകശ്ചാരു വിക്രമാരുദ്രോ ബോധപതിസ്ഥാണിരഹർബുദ്ധിനോ ദിഗംബര അഷ്ടമൂർധനേകാത്മാ സാത്വിക ശുദ്ധ വിഗ്രഹ ശാശ്വത ഖണ്ഡവരശോ മൃഡ പശുപതിർ മഹാദേവോ വയോഹരി പുഷദന്ത പിതവ്യഗ്രോ ദക്ഷാദുരഹരോഹര ഭഗനേത്ര പിതവ്യക്ത സഹസ്രാക്ഷ സഹസ്രപാദ അപവർഗപ്രദോനന്ദസ്ഥാരക പരമേശ്വര 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 പരമേശ്വര. മഹാദേവ. മൂഷിക വംശത്തിലെ വടുകവർമ്മ എന്ന പ്രശസ്തനായ രാജാവ് ചില ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ച് പ്രജാസമൂഹത്തെ ആസ്തികരാക്കി തീർക്കാൻ യത്നിച്ചിരുന്നു. ആ ക്ഷേത്രങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആലശുദ്ധിക്കടുത്ത് ഇപ്പോൾ അരോളി എന്ന പേർ വിളിച്ചു വരുന്ന സംസ്കൃത പദമാണ്. ഈ ക്ഷേത്രമാണ് ഇന്ന് വടേശ്വരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പണ്ട് കാലത്ത് ബ്രാഹ്മണരുടെ വകയായി അഗ്നിഹോത്രം മുട്ടാതെ നടക്കുകയും അരണിയും അഗ്നിയും കൊണ്ട് പവിത്രമാവുകയും ചെയ്ത ആ ക്ഷേത്രത്തിൻ്റെ ഓർമ്മയ്ക്കാണ് അരോളി എന്ന സ്ഥാനപ്പേർ കൈവന്നതത്രേ. ഋഗ്വേദത്തിൽ 2 അരണിക്കോലുകൊണ്ട് മുനിമാർ
അഗ്നിയെ ജനിപ്പിക്കുന്നതായി പ്രസ്താവിച്ചിട്ടുണ്ട്. അഗ്നിദേവന് വേണ്ടി ചെയ്യുന്ന ബലിയാണ് അഗ്നിഹോത്രം. നിത്യമെന്നും കാമമെന്നും 2 വിഭാഗങ്ങൾ ഈ ബലിക്കുള്ളതായി പറയുന്നു. അരണി, തീ കെടുത്താനുള്ള മുട്ടി, അതായത് മരത്തുണ്ട്. അഗ്നി ഇതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതിനാൽ ഇത് 2 തരത്തിലുണ്ടത്രേ. ഉത്തരാരണി എന്നും അധരാരണി എന്നും. ഒന്ന് മറ്റൊന്നിൽ അമർത്തി നിർത്തി കടയുമ്പോഴാണ് അഗ്നി ഉത്ഭവിക്കുന്നത്. ശ്രീകോവിലും തിടപ്പള്ളിയുമായി ചെറിയ സ്ഥലമായിരുന്ന ഈ ക്ഷേത്രം പണ്ടുകാലത്ത് തളിപ്രമ്പ് ശ്രീ രാജരാജീശ്വര ക്ഷേത്രം പോലെ സമ്പന്നമായിരുന്നുവെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ നിറ, ചിങ്ങമാസത്തിൽ പുത്തിരി, അതുപോലെ വിനായക ചതുർത്ഥി നാളിൽ 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ ഗണപതി ഹോമം, കുംഭമാസത്തിൽ അശ്വതി പട്ടത്താനം, ശിവരാത്രി ആഘോഷം എന്നിവ വളരെ ഭംഗിയായി വടേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. പ്രേക്ഷകർക്ക് കാണാം, ഇത് ഒരു സോപാനമാണ്. ഈ സോപാനത്തിലൂടെ നമ്മുടെ പണ്ട് വീടുകളിൽ ചൊല്ലാറുണ്ട്, നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീതി നടുവിൽ ഞാൻ എന്ന് പണ്ട് വീടുകളിൽ കീർത്തനം ചൊല്ലാറുണ്ട്. എളുപ്പമായുള്ള പടിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട് എന്നാണ്. വടേശ്വരം മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഭഗവാനെ തൊഴാൻ പോകണമെങ്കിൽ 6 പടിയും കടന്ന് കയറി വേണം ഭഗവാനെ തൊഴാൻ. ആ ക്ഷേത്രത്തിൻ്റെ സോപാനം ഇത് ഒറ്റ കരിങ്കല്ലിൽ തീർത്ത സോപാനമാണെന്നാണ് നമുക്ക് കാണുമ്പം തന്നെ പ്രേക്ഷകർക്കത് മനസ്സിലാകും. അതുപോലെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അഷ്ടദള ശ്രീകോവിലിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. എത്ര വർണ്ണിച്ചാലും തീരാത്തതും. ഇനി എത്ര കാലം ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് സമയമെടുക്കുമെന്നറിയില്ല. കാരണം നേരത്തെ പറഞ്ഞ 49 വർഷമായി നവീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് മുഴുവനായും പൂർത്തീകരിച്ച് കാണാൻ ഭാഗ്യം ചെയ്ത കണ്ണുകൾ എവിടെയൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ ഇത് കാണാൻ വേഗം സാധിക്കട്ടെ എന്ന് ഈ പ്രദക്ഷിണ പദത്തിലൂടെ നമുക്കും പ്രാർത്ഥിക്കാം. ഇപ്പോൾ വടേശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ ഐതിഹ്യത്തെക്കുറിച്ചാണ് നമ്മൾ പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കിയത്. വടുക മഹർഷി തപസ് ചെയ്ത് പുണ്യമാക്കിയ പുണ്യസങ്കേതം. 1500 വർഷങ്ങൾക്ക് മുൻപ് കോലത്തിരി രാജവംശത്തിലെ വടുകവർമ്മ മഹാരാജാവ് നിർമ്മിച്ച ക്ഷേത്രം. വാസ്തുശാസ്ത്ര രീതിപ്രകാരം വളരെ പ്രത്യേകതയുള്ള ഭാരതത്തിലെ തന്നെ ഏക അഷ്ടദള ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന മഹാദേവ ക്ഷേത്രം. ഈ മഹാദേവനെ കൂടാതെ ഉമാമഹേശ്വരനെയും കിരാതമൂർത്തിയായ ശിവനെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും ഒക്കെ വിശേഷമായി അയ്യപ്പനീശ്വരനെ, അമൃത കലശധാരിയായ അയ്യപ്പനീശ്വരനെ ആരാധിക്കുന്ന ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത, വിനായക ചതുർത്ഥി നാളിൽ വടേശ്വരത്തെ 1008 തേങ്ങയുടെ ഗണപതി ഹോമം വളരെ പേരുകേട്ടതാണ്. മറ്റൊരു പ്രത്യേകത പട്ടത്താനമാണ്. പട്ടത്താനം വളരെ വിശേഷമായി ബ്രാഹ്മണ സദസ്സ്, പഴയ കാലഘട്ടത്തിൽ വേദപണ്ഡിതന്മാരിരുന്ന് വേദങ്ങൾ അർച്ചിച്ച പുണ്യ സങ്കേതം കൂടിയാണ് വടേശ്വരം മഹാദേവ ക്ഷേത്രം. കർക്കിടക മാസത്തിൽ
രാമായണവും ചിങ്ങമാസത്തിൽ നിറയും, നവരാത്രിയും മണ്ഡലമാസത്തിലെ മണ്ഡലകാല ആചാര അനുഷ്ഠാനങ്ങളും ആധ്യാത്മികമായ സത്സംഗങ്ങളും ഒക്കെ നടക്കുന്ന ഒരു വലിയ യൂണിവേഴ്സിറ്റി തന്നെയാണ്, ആധ്യാത്മികതയുടെ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്, സത്യത്തിൽ ഒരു സർവകലാശാലയാണ് നമ്മുടെ വടേശ്വരം മഹാദേവ ക്ഷേത്രം. മാതൃസമിതിയുടെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നേരത്തെ മാതൃസമിതിയിലെ പ്രവർത്തകർ പറഞ്ഞു, ദേവീ മാഹാത്മ്യം, അതുപോലെ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, നാരായണീയ പാരായണം, ഇത്തരം സത്സംഗങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്ന അപൂർവം ചൈതന്യവർദ്ധകമായ അനുഷ്ഠാനം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം. നന്ദീശ്വരൻ്റെ പ്രത്യേകത, ക്ഷേത്രത്തിലെ ഭൂമി നിരപ്പിൽ നിന്ന് 16 അടി ഉയർന്ന് അപൂർവതയുള്ള ശ്രീകോവിൽ, ഇതൊക്കെയാണ് വടേശ്വരം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ശിവക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ പ്രദക്ഷിണ വഴി ഇവിടെ പൂർണ്ണമാകുന്നില്ല. പ്രേക്ഷകർക്ക് ഇനി മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യത്തിനെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ.